ഫ്രീ വീഡിയോ ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമസ്കാരം, ഞാൻ രഞ്ജിത്ത്. ടാലൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എക്സാമിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് വീണ്ടും പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ പ്രധാന സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് കിടക്കാം. അപ്പോൾ നോക്കാം. ആദ്യമായിട്ട് ഒന്നാമത്തെ ബോക്സ് ആയിട്ട് പഠിക്കേണ്ടതാണ് എന്ത്? ആദിവാസി. ഓക്കെ, ഒന്നാമത്തെ എന്തായി? ആദിവാസി. രണ്ടാമത്തത് ആദിവാസി പ്രവേശനം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദിവാസി പ്രവേശനം. അപ്പോൾ പ്രധാനമായിട്ട് ആദിവാസി പ്രവേശനമായി. മൂന്നാമത്തെ ബോക്സ് ആണ് ആദിവാസികളുടെ പ്രവേശനം 0 ആണെന്ന് പഠിക്കുക. അപ്പോൾ ആദിവാസി പ്രവേശനം 0, 3 ബോക്സായി. ആദിവാസി പ്രവേശനം 0. അടുത്ത പ്രധാനപ്പെട്ട ഒരു ബോക്സ് ആണ് എന്ത്? ആദിവാസികളുടെ പ്രവേശനം 0 ആയതുകൊണ്ട് പരശുരാമൻ, അങ്ങനെ വിചാരിക്കുക, പരശുറാം. ഓക്കെ, അപ്പോൾ പരശുറാം. ആദിവാസി പ്രവേശനം 0 ആയതുകൊണ്ട് പരശുറാം. EGPF വഴി എന്ന് വിചാരിക്കുക. EGPF എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GPF, ജനറൽ പ്രൊവിഡന്റ് ഫണ്ട്. അപ്പോൾ എന്താണ്? EGPF വഴി, അങ്ങനെ വിചാരിക്കുക. ആദിവാസി പ്രവേശനം 0 ആയതുകൊണ്ട് പരശുരാം EGPF വഴി, അങ്ങനെ ആലോചിക്കുക. കിട്ടുമല്ലോ. ആദിവാസി പ്രവേശനം 0 ആയതുകൊണ്ട് പരശുരാം EGPF വഴി. ഏത് സ്ഥലമെന്ന് മനസ്സിൽ വിചാരിക്കുക? മാലിയിലോട്ട്. എങ്ങോട്ടാണ്? മാലിയിലോട്ട്. അപ്പോൾ ആദിവാസി പ്രവേശനം 0 ആയതുകൊണ്ട് പരശുരാം EGPF വഴി മാലിയിലോട്ട്. ഓക്കെ, മാലിയിലോട്ട്. എഗ്രിമെന്റിന്റെ വേറെ പേര് ബോണ്ടില്ലാതെ എന്ന് വിചാരിക്കുക. അപ്പോൾ ബോണ്ടില്ലാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പരശുരാം EGPF വഴി മാലിയിലോട്ട് ബോണ്ടില്ലാതെ എന്ന് വിചാരിക്കുക. ബോണ്ടില്ല. ഓക്കെ, ബോണ്ടില്ലാതെ യാക്കിനെ, ഓക്കെ, എരുമ എന്നൊക്കെ അല്ലെങ്കിൽ കാള എന്നൊക്കെ പറയുന്ന സംഭവമാണ് യാക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്? ആദിവാസി പ്രവേശനം 0 ആയതുകൊണ്ട് പരശുരാം EGPF വഴി മാലിയിലോട്ട് ബോണ്ടില്ലാതെ യാക്കിനെ കയറ്റി അയച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ആ യാക്ക് ചെന്നെത്തിയത് സെക്കൻഡ് ഫോറസ്റ്റിലാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കാട് സെക്കൻഡ് ഫോറസ്റ്റിലെ ക്യാപിറ്റലിലാണെന്ന് വിചാരിക്കുക. തലസ്ഥാനത്ത് എത്തിയെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കാട് സെക്കൻഡ് ഫോറസ്റ്റിലെ ക്യാപിറ്റലിൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും കൂടെ. ആദിവാസി പ്രവേശനം 0 ആയതുകൊണ്ട് പരശുരാം EGPF വഴി മാലിയിലോട്ട്, എങ്ങോട്ട്? മാലിയിലോട്ട്. ആരെ? എഗ്രിമെന്റ് ഇല്ലാതെ, അതിനെ ബോണ്ടില്ല വഴി യാക്കിനെ, അല്ലെങ്കിൽ എഗ്രിമെന്റ് ഇല്ലാതെ ബോണ്ടില്ല വഴി യാക്കിനെ കയറ്റി അയച്ചു. ആ യാക്ക് ചെന്നെത്തിയത് സെക്കൻഡ് ഫോറസ്റ്റിലെ ക്യാപിറ്റലിലാണെന്ന് വിചാരിക്കുക. രണ്ടാം കാട്ടിൽ അതിന്റെ ക്യാപിറ്റൽ, സെക്കൻഡ് ഫോറസ്റ്റിലെ ക്യാപിറ്റൽ. ആലോചിക്കുക. ഞാൻ മായ്ക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ എല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയ ഇത്രയും ബോക്സുകൾ നമുക്ക് ഒന്നും കൂടെ പരിചയപ്പെടാം. ആദിവാസി പ്രവേശനം 0, പരശുരാം കുണ്ട്, EGPF, മാലി, ബോണ്ടില, യാക്ക്, സെക്കൻഡ് ഫോറസ്റ്റ്, ക്യാപിറ്റൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ആദിവാസി. പ്രധാനപ്പെട്ട ട്രൈബ്സ് അല്ലെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ്, ട്രൈബൽസ്, പ്രധാനപ്പെട്ട ട്രൈബൽസ്. ഒന്നാമത്തത് ബുഗൻസ്. എന്താണ്? ബുഗൻസ്. രണ്ടാമത്തത് ടാഗിൻസ്. ബുഗൻസും ടാഗിൻസും. അടുത്തത് മിഷ്മിസ്. ഏതാണ്? മിഷ്മിസ്. അടുത്തത് മോഫാസ്. നേരത്തെ നമ്മൾ ലാംഗ്വേജ് പഠിച്ചു. ഏതാണ്? മോഫാസ്. അത് ആദിവാസി ഗ്രൂപ്പും കൂടിയാണ്. ഏതാണ്? മോഫാസ്. അപ്പൊ ആലോചിക്കുക. പ്രധാനപ്പെട്ട ട്രൈബൽസ്, ആദിവാസി വിഭാഗങ്ങൾ: ബുഗൻസ്, ടാഗിൻസ്, മിഷ്മിസ്, മോഫാസ്. അപ്പൊ ആലോചിക്കുക ഏതൊക്കെയാണ്? ബുഗൻസ്, ടാഗിൻസ്, മിഷ്മിസ്, മോഫാസ്. അപ്പം പ്രധാനപ്പെട്ട ട്രൈബൽസ് ആണ് ബുഗൻസ്, ടാഗിൻസ്, മിഷ്മിസ്, മോഫാസ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബുഗൻസ് ടാഗ് ചെയ്തു, കെട്ടിയെന്ന് വിചാരിക്കും. അപ്പം ടാഗിൻസ് കിട്ടും. ബുക്കിനെ പിടിച്ച് ടാഗ് ചെയ്ത്. അപ്പം മിഷ്മിസിന്റെ അടുത്ത്, മിഷ്മിസ്, നമ്മൾ മിസ്സിനെ വിളിക്കൂലേ, അപ്പം മിഷ്മിസ് എന്ന് ആലോചിക്കുക. മിഷ്മിസിന്റെ അടുത്ത് മാപ്പ് പറഞ്ഞു, മോഫാസ്. അപ്പം 4 പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ് കിട്ടും. ബുഗൻസ്, അങ്ങനെ വിചാരിക്കുക. ബുക്കിനെ പിടിച്ച് ടാഗ് ചെയ്ത്, ടാഗിൻസ്. അടുത്തത് മിഷ്മിസ്, അടുത്തത് മോഫാസ്. അപ്പോൾ ബുഗൻസ്, ടാഗിൻസ്, മിഷ്മിസ്, മോഫാസ് പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ്. ഏത് ഇന്ത്യൻ സംസ്ഥാനം? അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് 4 നമ്മൾ പറഞ്ഞു, ഇവിടെ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തത് ബുഗൻസ്, രണ്ടാമത്തത് ടാഗിൻസ്, അടുത്തത് മിഷ്മിസ്, അടുത്തത് എന്താണ് പറഞ്ഞത്? മിഷ്മിസ് ഞാൻ ഏറ്റവും അവസാനം ഞാൻ എഴുതിയിട്ട് മോഫാസ്. ഓക്കെയാണ്. അടുത്ത എന്താണ് പറഞ്ഞത്? ആദിവാസി പ്രവേശനം. അപ്പൊ എന്തായിരിക്കും പ്രവേശനം? എൻട്രി. റിവർ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിൽ കൂടി. അപ്പൊ കിട്ടി. റിവർ ബ്രഹ്മപുത്ര എൻട്രി, പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിൽ കൂടി? അരുണാചൽ പ്രദേശിൽ കൂടി. റിവർ ബ്രഹ്മപുത്ര എൻട്രി
ഇന്ത്യ ത്രൂ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിൽ കൂടിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം കിട്ടി. അടുത്തത് മൂന്നാമത്തെ എന്താണ്? ആദിവാസി പ്രവേശനം സീറോ. അതുകൊണ്ട് വിചാരിക്കുക സീറോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ എയർപോർട്ട്, സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അപ്പൊ സീറോ എയർപോർട്ട്, സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അപ്പൊ കിട്ടി എന്താണ്? സീറോ എയർപോർട്ട്, സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അപ്പം കിട്ടി പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന് ആദിവാസി ട്രൈബൽസ്, പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ ട്രൈബൽ ഗ്രൂപ്പ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ ട്രൈബൽസ്? ഒന്നാമത്തത് ഏതൊക്കെ പറഞ്ഞു നമ്മൾ? ബുഗൻസ്, ബുക്ക് പറഞ്ഞു, ഓർമ്മിക്കുക ബുഗൻസ്. രണ്ടാമത്തെ പിടിച്ച് ടാഗ് ചെയ്യുന്നതിന് എന്താണ്? ടാഗിൻസ്. അടുത്ത എന്ത് പറഞ്ഞു? മിഷ്മിസ്. അടുത്തത് മോഫാസ്. 4 ട്രൈബൽസ്. അടുത്ത പറഞ്ഞു പ്രവേശനം. എന്തിന്റെ പ്രവേശനം? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിൽ കൂടി. അത് കഴിഞ്ഞ് പറഞ്ഞു എന്ത് പറഞ്ഞു? സീറോ എയർപോർട്ട്, വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു ബോക്സ് ആയിട്ട് നമ്മൾ എഴുതി നിർത്തിയതാണ് പരശുരാം. കൂടെ എഴുതുക കുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പരശുരാം കുണ്ട്. പ്രധാനപ്പെട്ട ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രം പരശുരാം കുണ്ട് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ. അപ്പൊ ആലോചിക്കുക എന്താണ് പറഞ്ഞത്? പരശുരാം കുണ്ട് ഇസ് ദ ഫേമസ് ഹിന്ദുസ് പിൽഗ്രിംസ് ലൊക്കേറ്റഡ് അറ്റ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രമായ പരശുരാം കുണ്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണേത്? അരുണാചൽ പ്രദേശ്. അപ്പൊ കിട്ടി പരശുരാം കുണ്ട് ഇസ് ദ ഫേമസ് ഹിന്ദുസ് പിൽഗ്രിംസ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് അരുണാചൽ പ്രദേശ്. കിട്ടി. അപ്പൊ അടുത്ത് എന്താണ് പറഞ്ഞ? പരശുരാം കുണ്ട് അല്ല പരശുരാം എന്ത് പറഞ്ഞു നമ്മൾ? EGPF വഴി. അപ്പൊ ആലോചിക്കുക ഇ സ്റ്റാൻഡ് ഫോർ ഇലക്ട്രോണിക്. എന്താണ്? ഇലക്ട്രോണിക്. G ജനറൽ, ഇലക്ട്രോണിക് ജനറൽ. P പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായി? ഇലക്ട്രോണിക് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട്. അപ്പൊ അരുണാചൽ പ്രദേശ് എന്താണ്? ആദ്യത്തെ എന്താണ്? നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്, ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം. ഫസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് EGPF ഫെസിലിറ്റി, ഇലക്ട്രോണിക് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് ഫെസിലിറ്റി നടപ്പിലാക്കിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഓക്കെ, അപ്പൊ എന്താണ്? ഫസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ ടു ഇൻട്രൊഡ്യൂസ് EGPF ഫെസിലിറ്റി. ഏത് സംസ്ഥാനമാണ്? അരുണാചൽ പ്രദേശ്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? പരശുരാമ EGPF വഴി എങ്ങോട്ട്? മാലിയിലോട്ട്. അപ്പൊ ആലോചിക്കുക മാലി നിദാൻ. എന്താണ് മാലി നിദാൻ? പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ അവശിഷ്ട നഗരം അല്ലെങ്കിൽ പ്രദേശം. മാലി നിദാൻ ഈസ് ദ ടെമ്പിൾ സൈറ്റ് ഇൻ റൂയിൻ. റൂയിൻ എന്താണ്? അവശിഷ്ട നഗരം അല്ലെങ്കിൽ അവശിഷ്ട സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാലി നിദാൻ ഈസ് ദ ഫേമസ് ടെമ്പിൾ സൈറ്റ് ഇൻ റൂയിൻ ഇൻ അരുണാചൽ പ്രദേശ്. അപ്പോൾ മാലി നിദാൻ ഈസ് ദ ഫേമസ് ടെമ്പിൾ സൈറ്റ് ഇൻ റൂയിൻ ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ അവശിഷ്ട സ്ഥലം അല്ലെങ്കിൽ പ്രദേശം നഗരമാണേത്? മാലി നിദാൻ. അപ്പൊ പറഞ്ഞു ഈ സൈഡിലത്തെ 3 കാര്യങ്ങൾ. പരശുരാം കുണ്ട് ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട പിൽഗ്രിം തീർത്ഥാടന കേന്ദ്രം അല്ലെങ്കിൽ പിൽഗ്രിം എല്ലാം ആണേത്? പരശുരാം കുണ്ട്. രണ്ടാമത് പറഞ്ഞു നിർത്തി ആദ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനം എന്ത് കൊണ്ടുവന്നു? EGPF ഫെസിലിറ്റി കൊണ്ടുവന്ന ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം. ഓക്കെ, അടുത്ത പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് പറഞ്ഞത്? ആ ലൈനിൽ തന്നെ അവസാനം പറഞ്ഞു നിർത്തി മാലി നിദാൻ, ഒരു പ്രധാനപ്പെട്ട ടെമ്പിൾ സൈറ്റ് ഇൻ റൂയിൻ, പ്രധാനപ്പെട്ട അമ്പലത്തിന്റെ അവശിഷ്ട അല്ലെങ്കിൽ ക്ഷേത്ര നഗരമാണേത്? മാലി നിദാൻ. പ്രധാനപ്പെട്ട കാര്യം അതിന് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ താഴെ എന്താണ്? ബോണ്ടില. എന്താണ്? ബോണ്ടില. അങ്ങനെ തന്നെ പഠിക്കുക. ബോണ്ടില പാസ്, ബോണ്ടില പാസ്, താഴ്വര വാലി. ബോണ്ടില പാസും ബോണ്ടില വാലിയും സ്ഥിതി ചെയ്യുന്നു. ആലോചിക്കുക, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നുണ്ട്. ബോണ്ടില പാസ് സ്ഥിതി ചെയ്യുന്നു അരുണാചൽ പ്രദേശിലെ. ബോണ്ടില ചുരം സ്ഥിതി ചെയ്യുന്നു അരുണാചൽ പ്രദേശ്. ബോണ്ടില താഴ്വര സ്ഥിതി ചെയ്യുന്നു അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കൂടെ ഏതിനെയാണ്? അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോണ്ടില പാസ്. വളരെ ഇമ്പോർട്ടന്റ്. അപ്പോൾ ബോണ്ടില പാസും ബോണ്ടില വാലിയും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ, ബോണ്ടില പാസും ബോണ്ടില വാലിയും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം, പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എഴുതിയിരുന്നത്? യാക്ക്. എന്താണ്? യാക്ക്. നാഷണൽ NRC, നാഷണൽ NRC, റിസർച്ച് സെന്റർ, നാഷണൽ റിസർച്ച് സെന്റർ ഓൺ യാക്ക്. യാക്കിന് വേണ്ടി ഒരു ദേശീയ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അപ്പൊ നാഷണൽ റിസർച്ച് സെന്റർ ഓൺ യാക്ക്
സ്ഥിതി ചെയ്യുന്നു ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ? അരുണാചൽ പ്രദേശിൽ. അപ്പം പ്രധാനപ്പെട്ട അടുത്ത കാര്യം, നാഷണൽ റിസർച്ച് സെന്റർ ഓൺ യാക്ക് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഓക്കെയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ആദ്യത്തത് ബോണ്ടില പാസും ബോണ്ടില വാലിയും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. രണ്ടാമതിൽ പറഞ്ഞു എന്താണ്? നാഷണൽ റിസർച്ച് സെന്റർ ഓൺ യാക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അടുത്തത് സെക്കൻഡ് ഫോറസ്റ്റ്. ഇന്ത്യയിൽ വനം രണ്ടാമത് കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. അപ്പം സെക്കൻഡ് ലാർജസ്റ്റ് ഫോറസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വനം കൂടുതലുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. നേരത്തെ നമ്മൾ പറഞ്ഞു മലനിരകൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ബാധിക്കുന്നുണ്ട്, ജനസാന്ദ്രതയെ. അടുത്തത് എന്താണ്? വനം കൂടുതലുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആലോചിക്കുക, മലയും വനവും അത് ഏറ്റവും കൂടുതലൊക്കെ നിൽക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ജനസാന്ദ്രത കുറയും. അപ്പോൾ ആലോചിക്കുക, സെക്കൻഡ് ഫോറസ്റ്റ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. വനം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ സംസ്ഥാനം. ഓർഡർ അനുസരിച്ചാൽ ഒന്നാമത്തെ സംസ്ഥാനം നമുക്കറിയാം ഏതായിരിക്കും? മധ്യപ്രദേശ്, ഏറ്റവും കൂടുതൽ വനമുണ്ട്. രണ്ടാമത് ഏതാണ്? അരുണാചൽ പ്രദേശ്. ഓക്കെ, മൂന്നാമത് ഛത്തീസ്ഗഡ്. ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആലോചിക്കുക, സെക്കൻഡ് ഫോറസ്റ്റ്, ഇന്ത്യയിൽ വനം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ഫോറസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വനം കൂടുതലുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. ഓക്കെ, അടുത്ത എന്താണ് പറഞ്ഞത്? ക്യാപിറ്റലിനെ ക്യാപിറ്റ ആക്കുക. ഏതാണ് ക്യാപിറ്റൽ? ഫോറസ്റ്റ് പെർ ക്യാപിറ്റ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. അപ്പം ഫോറസ്റ്റ് പെർ ക്യാപിറ്റ, ക്യാപിറ്റൽ എന്നില്ല ക്യാപിറ്റൽ ഓർമ്മിക്കാൻ വേണ്ടി എഴുതുന്നതാണ്. ആലോചിക്കുക, ഫോറസ്റ്റ് പെർ ക്യാപിറ്റ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. അപ്പോൾ ഫോറസ്റ്റ് പെർ ക്യാപിറ്റ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അരുണാചൽ പ്രദേശിന്റെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് പറഞ്ഞത് എല്ലാം കൂടെ നമുക്ക് പറഞ്ഞു നിർത്താം ഒന്നും കൂടെ. ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ പറഞ്ഞു എന്താണ്? ആദിവാസികൾ. ഏതൊക്കെയാണ്? ബുഗൻസ്, ടാഗിൻസ്, മിഷ്മിസ്, മോഫാസ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിൽ കൂടി കിട്ടും. അടുത്തത് സീറോ വിമാനത്താവളം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നു അരുണാചൽ പ്രദേശിൽ. അടുത്തത് പറഞ്ഞു പ്രധാനപ്പെട്ട ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രമായ പരശുരാം കുണ്ട് സ്ഥിതി ചെയ്യുന്നു. അടുത്ത പറഞ്ഞു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആദ്യത്തെ GPF ഫെസിലിറ്റി കൊണ്ടുവന്ന ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം പറഞ്ഞു കഴിഞ്ഞു. അതേ നമ്മൾ പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ GPF വഴി എങ്ങോട്ട്? മാലിയിലോട്ട്. മാലി നിദാൻ ഇസ് ദ ടെമ്പിൾ സൈറ്റ് ഇൻ റൂയിൻ ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു അവശിഷ്ട ക്ഷേത്ര നഗരമാണ് ഏത്? മാലി നിദാൻ. അതേ നമ്മൾ പറഞ്ഞു മാലി കഴിഞ്ഞിട്ട് ബോണ്ടില പാസും ബോണ്ടില വാലിയും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബോണ്ടില വാലിയും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. അതേ നമ്മൾ പറഞ്ഞു ബോണ്ടില പാസും ബോണ്ടില വാലിയും കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് യാക്ക്. നാഷണൽ റിസർച്ച് സെന്റർ ഓൺ യാക്ക് സ്ഥിതി ചെയ്യുന്നു എവിടെ? അരുണാചൽ പ്രദേശിൽ. അത് കഴിഞ്ഞ് പറഞ്ഞു നമ്മൾ പ്രധാനപ്പെട്ട കാര്യമായ എന്ത് പറഞ്ഞു നിർത്തിയിട്ടുണ്ട്? സെക്കൻഡ് ഫോറസ്റ്റ്. അതായത് രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാന സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലാണ് വനം രണ്ടാമത് കൂടുതലുള്ളത്. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ഫോറസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ വനം രണ്ടാമത് കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അടുത്ത പറഞ്ഞു എന്താണ്? ഫോറസ്റ്റ് പെർ ക്യാപിറ്റ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. ഇനി പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 കാര്യങ്ങളുള്ള പഠിക്കുക. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, നാഷണൽ പാർക്ക്. ഒന്നാമത്തതാണ് മൗലിംഗ്. എന്താണ്? മൗലിംഗ് നാഷണൽ പാർക്ക്. മൗലിംഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. അപ്പോൾ ഏതാണ്? മൗലിംഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ മൗലിംഗ് നാഷണൽ പാർക്ക്, മൗഗ്ലി എന്നുള്ള ആലോചിക്കുക തൽക്കാലം. മൗലിംഗ് ഏതാണ്? മൗലിംഗ്. ഓക്കെ, അടുത്തത് നംതഫ. ഏതാണ്? നംതഫ നാഷണൽ പാർക്ക്. ഇതൊരു ടൈഗർ റിസർവും കൂടിയാണ്. അപ്പോൾ 50 ടൈഗർ റിസർവിൽ ഒരെണ്ണം നമ്മൾ പഠിച്ചു, കാംലാങ് 50ാമത്തത്. അടുത്തതാണ് നംതഫ നാഷണൽ പാർക്ക്. അത് ടൈഗർ റിസർവും കൂടെയാണ്, നംതഫ. ഓക്കെ, അപ്പം മൗലിംഗ് നാഷണൽ പാർക്ക്, നംതഫ നാഷണൽ പാർക്ക്, അത് ടൈഗർ റിസർവ്. ഇനി ഒരു പ്രധാനപ്പെട്ട ടൈഗർ റിസർവ് പഖൂയി. അപ്പോൾ അടുത്ത ടൈഗർ റിസർവായി പഖൂയി ടൈഗർ റിസർവ്. പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം മൗലിംഗ് നാഷണൽ പാർക്ക്, നംതഫ നാഷണൽ പാർക്ക്, പഖൂയി ടൈഗർ റിസർവ്. അപ്പം 3 പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, മൗലിംഗ് നാഷണൽ പാർക്ക്, നംതഫ നാഷണൽ പാർക്ക് അതൊരു ടൈഗർ റിസർവ് ആണ്. പഖൂയി അതും ഒരു ടൈഗർ റിസർവ് ആണ്. 3 പ്രധാനപ്പെട്ട റിസർവുകൾ അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട ടൈഗർ റിസർവുകൾ, ഒരു നാഷണൽ പാർക്ക്. ഇതെല്ലാം നാഷണൽ പാർക്കിന്റെ കൂട്ടത്തിലും ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ മൗലിംഗ് നാഷണൽ പാർക്ക്,
നംതഫ നാഷണൽ പാർക്ക്, അതൊരു ടൈഗർ റിസർവ്, അഗുയി ടൈഗർ റിസർവ്. ഈ മൂന്നും കൂടി ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്? അരുണാചൽ പ്രദേശിൽ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തോടെ എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷനായ അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ ഉപകാരപ്പെടുന്ന രീതിയിൽ പഠിച്ചെടുത്ത് പരീക്ഷകളിൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സ്റ്റേറ്റിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷനെല്ലാം നിങ്ങൾ ഉത്തരവാദിത്തോടെ പരീക്ഷാ ഹാളിൽ നിന്ന് അത് അപ്ലൈ ചെയ്യേണ്ടതാണ്. പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് നമ്മളിവിടെ നിന്ന് പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഓർമ്മ വരണം. ഇതെല്ലാം വളരെ ഇൻഫർമേഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷാ ഹാളിൽ ഇരുന്ന് ഇത് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ആൻസറിൽ ഹിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എക്സാം ഹാളിൽ പരീക്ഷ പാസ്സായി നല്ല റാങ്കോട് കൂടി റാങ്ക് ലിസ്റ്റിൽ വന്ന് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.